Good morning. Good morning, ma'am. Good morning, ma'am. Okay, good morning. അഞ്ജന ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇല്ല മാം, കയറാൻ പറ്റിയില്ല. ഓക്കെ, മോളല്ലേ അന്ന് നിന്നോട് ചോദിച്ചത് ഒക്ടോബർ 8-ാം തീയതി എന്തോ മോക്ക് ടെസ്റ്റിന്റെ കാര്യം ചോദിച്ചത്? ശരി, ഞാൻ നോക്കി മാം. പക്ഷെ അന്നത്തെ 5 ക്വസ്റ്റ്യനിലും ആൻസർ ഇല്ല. അന്നത്തെ 5 ക്വസ്റ്റ്യന് ആൻസർ ഉണ്ടായിരുന്നില്ല അല്ലെ? ഓക്കെ, അത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് വായിച്ചൊരു ക്വസ്റ്റ്യന്റെ ആണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അറിയില്ലായിരുന്നു. മോള് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ അവരോട് സംസാരിച്ചു. അത് അവര് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ചെയ്യല്ല, അവര് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ടെക്നിക്കലി ഇതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. ഓക്കെ, അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. ബാക്കി എല്ലാത്തിനും ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അവരുടെ ശ്രദ്ധയിൽ പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പിറ്റേ ദിവസം അന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കോട് പിറ്റേ ദിവസം മോള് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ളവരോടൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സില് നമ്മൾ പഠിച്ച കാര്യങ്ങള് പഠിച്ചത് ഇന്നലെ ഹാൻഡ് ഹൈജീനെ പറ്റിയായിരുന്നു. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മള് പി ജിയിലെ വളരെ ബുദ്ധിമുട്ടുള്ള കുറെ ചാപ്റ്ററുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചത് ഹാൻഡ് ഹൈജീനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഹാൻഡ് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഹാൻഡ് വാഷിംഗ് പ്ലസ് ഹാൻഡ് റബ്ബിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്, ഹാൻഡ് റബ്ബ് ചെയ്യാനായിട്ട് നമ്മൾ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള സാനിറ്റൈസർ ഹാൻഡ് റബ്സ് അല്ലെ, ABHR. അതിന്റെ ഫുൾ ഫോം എന്താണ്? ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള സാനിറ്റൈസറുകളാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ABHR ഉപയോഗിക്കുന്നതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അത് കുറെ കൂടെ മോർ ഇഫക്റ്റീവ് ആണ് അല്ലെ, കുറെ കൂടെ ഇഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ അത് ലെസ് ഡ്രൈയിങ് ഓൺ ഹാൻഡ്സ്. നമ്മുടെ കൈകളെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മുടെ കൈകൾ കുറെ കൂടെ വരണ്ടതാവും. അത്രയ്ക്ക് വരണ്ടതാക്കുന്നില്ല ABHR ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാൻഡ് ഹൈജീൻ പാലിക്കേണ്ട 5 മൊമെന്റ്സുകൾ ഏതൊക്കെയാണ് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 പോയിന്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു പോയിന്റ് ഞാൻ ഇന്നലെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം കേട്ടോ. ആഫ്റ്റർ ദ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അത് ടെക്സ്റ്റിൽ ഇല്ല, അത് നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നവർ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സുകളാണ് അല്ലെ. അപ്പൊ അതില് നമ്മൾ ഗ്ലൗസുകൾ ഉപയോഗിക്കുമ്പോൾ കൈകാര്യം അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഗൗൺസ് ഏപ്രൺസുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സേഫ്റ്റി ഗ്ലാസസ്, അതുപോലെ തന്നെ ഫേസ് ഷീൽഡുകള്, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? അത്രയും ഭാഗങ്ങളൊക്കെയാണ് എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്കൊരു കുറച്ച് ഭാഗങ്ങൾ കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, കുറച്ച് ഭാഗങ്ങൾ കൂടിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് ആണ്, TBP എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് നമുക്കറിയാം, നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചതാണ്. 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കെ പഠിച്ചതാണ്. അപ്പം ഓരോ ട്രാൻസ്മിഷനും അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രിക്കോഷൻസുകൾ എടുക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഈ പറയുമ്പോൾ ഒന്നിലധികം മാർഗങ്ങളിലൂടെയൊക്കെ രോഗാണുക്കൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഒന്നിലധികം എന്താണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ എക്സാമ്പിൾ പഠിച്ചത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. കോണ്ടാക്ട് ട്രാൻസ്മിഷനിലൂടെ പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ വൈറൽ ഗാസ്ട്രോഇന്റൈറ്റിസ്, ക്ലോസ്ട്രീഡിയം ഡിഫിസിലെ, അതുപോലെ MRSA, സ്കാബീസ്, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ എയർബോൺ ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പൾമണറി ട്യൂബർകുലോസിസ്, ചിക്കൻ പോക്സ്, അതുപോലെ തന്നെ മീസൽസ് എക്സെട്ര. അതുപോലെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ, പെർട്ടൂസിസ് മീൻസ് വൂപ്പിംഗ് കഫ് അല്ലെ, വില്ലൻ ചുമ എന്നാണ്. അതുപോലെ തന്നെ റൂബല്ല. ഇത്രയും കാര്യങ്ങളാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിലൂടെ വരുന്നത്. ഇനിയും ഉണ്ടാവും, നമുക്ക് പഠിക്കാൻ ഇത്ര മാത്രം എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഓൾറെഡി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ നിഷാമാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇനി ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അത് ഓരോ മിസ്സുമാരായിട്ടും ഷെയർ ചെയ്തെടുക്കാനാണ് മാം പറഞ്ഞിട്ടുള്ളത്. നിഷാമാൻ അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഇന്നിപ്പോ ഞാൻ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ ഞാൻ അതിന്റെ ഒരു പാർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം തൊട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് വീക്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ അതിങ്ങനെ ഷെയർ ചെയ്തെടുക്കാനാണ് മാം പറഞ്ഞിരിക്കുന്നത്. വലിയ ചാപ്റ്റർ ആണല്ലോ. അപ്പൊ ഏതായാലും ഈ ചാപ്റ്റർ തീരുമ്പോ നെക്സ്റ്റ് വീക്കിൽ ഞാനത് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് പറയാനോ ഓർമ്മിക്കാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹൗ ഡു യു കൺട്രോൾ ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. ഹൗ ഡു യു കൺട്രോൾ ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. നമ്മള് ആശുപത്രി ക്രമീകരണത്തില് എങ്ങനെയൊക്കെയാണ് ഇത്തരം ഇൻഫെക്ഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത്? അപ്പൊ കുറെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചു, ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏത് ചാപ്റ്ററിലാണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അഥവാ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ അതിനകത്ത് ട്രാൻസ്മിഷൻ മോഡ്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8 പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഹാൻഡ് വാഷിംഗ് അല്ലെ, അതുപോലെ തന്നെ ഐസോലേഷൻ, ഡിസ്ഇൻഫെക്ഷൻ, പിന്നെന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ, അതുപോലെ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻസ്, അതൊക്കെ പറഞ്ഞൊരു 8ഓളം പ്രിവെന്റീവ് മെഷേഴ്സുകൾ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഒരു ആശുപത്രി ക്രമീകരണത്തില് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ നോക്കുക. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അഥവാ HCAI. എന്താണത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് അല്ലെ. അത് ആ ചാപ്റ്റർ പഠിച്ചതാണ് 3 പേരുകൾ നമ്മൾ പറയും അല്ലെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം അല്ലെ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അതിനെ പറയാം. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളെന്തായാലും ഞാൻ പറയാണ്, നമുക്കറിയാം നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെ ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധകളാണ് അല്ലെ. എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു അസുഖം മൂലം ഒരു രോഗി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുകയും ആ ആശുപത്രിയിൽ നിന്ന് ഈ പറയുന്ന രോഗിക്ക് അണുബാധ ഏൽക്കാണ് അല്ലെ, അണുബാധ ഉണ്ടാവുകയും അത് പിന്നീട് മറ്റു പല അസുഖങ്ങൾക്കും കാരണമാവുകയാണ്. അതാണ് എന്ത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സമയത്ത് രോഗിക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. അതിനുശേഷമാണ് രോഗിയിലേക്ക് ഈ അണുക്കൾ പ്രവേശിക്കുന്നതും അതിലൂടെ അവര് ഇൻഫെക്റ്റഡ് ആവുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് പറയാൻ കാരണം? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു 30% ആളുകൾക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. സാധാരണ നമ്മളൊരു സമയം വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ അവിടെ പഠിച്ച കാര്യമാണ്. ഞാൻ അതൊട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രം കേട്ടോ. സമയം വെച്ചിട്ടാണ് നമ്മളത് പറയാ അല്ലെ. അതായത് ഈ പറയുന്ന ആശുപത്രി അഡ്മിഷൻ ആയതിനു ശേഷം ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അഥവാ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോ ചിലപ്പോ ആ ഒരു ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ രോഗിക്ക് പ്രത്യേകിച്ച് യാതൊരു സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിലെത്തി 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ലക്ഷണങ്ങൾ എന്താ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസുകൾ ഒരു 30 ദിവസങ്ങൾക്കുള്ളിലാണെങ്കിൽ കൂടിയും അത്തരം ഇൻഫെക്ഷൻസിന് നമുക്ക് എന്ത് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. അതായത് സർജറി കഴിയുന്ന സമയത്ത് ഈ സർജിക്കൽ സൈറ്റിലെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ഭാഗത്ത് തടിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ പസ് ഫോം ചെയ്യുക, പഴുക്കുക അല്ലെ, അല്ലെങ്കിൽ പനി വരിക. ഇതൊക്കെ എന്താണ് ശരിക്കും നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഭാഗമാണ്. ഇത് 30 ദിവസങ്ങൾക്കുള്ളിലാണെങ്കിൽ കൂടിയും നമുക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് പറയാം. അഥവാ നമ്മുടെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. പിന്നെ എങ്ങനെയൊക്കെ ഇത് ഉണ്ടാവാന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് ബാരിയറുകൾ ഉണ്ട്. നാച്ചുറലി ഒരുപാട് ബാരിയറുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലെ. ഇത്തരം സൂക്ഷ്മാണുക്കൾ
തടയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മ്യൂക്കസ് മെംബ്രെയിൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ മൂക്കില്, നമ്മുടെ വായില്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റില്, അതുപോലെ നമ്മുടെ കുടലിന്റെ ഭാഗങ്ങൾ, അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇത്തരം സൂക്ഷ്മാണുക്കളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബാരിയറുകൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാരിയർ ഏതാ? നമ്മുടെ സ്കിന്നാണ് അല്ലെ, നമ്മുടെ തൊലി, നമ്മുടെ സ്കിന്നാണ്. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, കത്തീറ്ററുകൾ കയറ്റുന്നുണ്ട് അല്ലെ, ചിലപ്പോൾ നമ്മൾ ട്യൂബുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറൽ ബാരിയറുകളെ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്? തടസ്സപ്പെടുത്താണ്. അത്തരം ബാരിയറുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള മറ്റ് സൂക്ഷ്മാണുക്കൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് റെസിഡന്റ് ഫ്ലോറയെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഈ പറയുന്ന ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, ഫംഗസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത് വളരെയധികം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട, ശരിക്കും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാല് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് വരുന്നത് ശരിക്കും എന്തിനാ? നമുക്കൊരു അസുഖം വന്നത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ നിന്ന് ഇൻഫെക്ഷൻസ് വന്ന് നമ്മൾക്ക് കൂടുതൽ രോഗാവസ്ഥ മൂർച്ഛിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ശരിക്കും ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവര് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പില് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻസിൽ ഒന്നാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അഥവാ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Okay, healthcare associated infection is one of the most common complications of healthcare management. ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും വലിയ ചാലഞ്ചസുകളിൽ, ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസിൽ ഒന്നാണ് ഇത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it is a major health threat as it leads to increased patient morbidity and mortality. അല്ലെ, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണ്? ഇതിലൂടെ എന്താണ്? ഇൻക്രീസ് ദ പേഷ്യന്റ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാവസ്ഥയാണ് അല്ലെ. അപ്പൊ ഇതിലൂടെ രോഗാവസ്ഥയും അതുപോലെ തന്നെ മരണനിരക്കും വർദ്ധിക്കുകയാണ് അല്ലെ. രോഗാവസ്ഥയും മരണനിരക്കും ഇതിലൂടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ അത് മാത്രമാണോ? അല്ല, ലെങ്ത് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ ആൻഡ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ. ഈ പറയുന്ന ആശുപത്രി വാസത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചെലവുകളും വർദ്ധിക്കുന്നുണ്ട്. ഏതുമൂലം? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് മൂലം. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? സ്ട്രോങ് ഇൻഫെക്ഷൻ മിറ്റിഗേഷൻ ആൻഡ് കൺട്രോൾ is central to providing high quality health care for the patients and a safe working environment for those that work in health care settings. അത് നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള, ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ പരിചരണങ്ങൾ നൽകാനും അപ്പൊ പേഷ്യൻസിന്റെ സുരക്ഷിതത്വം നമ്മൾ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ എന്തും വേണം? നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി അന്തരീക്ഷം അവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ അവിടെ ആവശ്യമാണ്. നമ്മൾ രോഗിയുടെ സുരക്ഷിതത്വം മാത്രമല്ല അവിടെ പരിഗണിക്കുന്നത്, പിന്നെയോ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അവർക്കും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ അവിടെ ആവശ്യമാണ്. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നാണ് എന്ന് പറയുന്നത്. നോക്കിക്കേ, it is important to minimize the risk of spread of infection to patients and staff in hospitals by implementing a good infection control program. കണ്ടോ, ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ തുടക്കം പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ഒരു നല്ലൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം നമുക്ക് നടപ്പിലാക്കുന്നതിലൂടെ, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെയും മറ്റ് സ്റ്റാഫുകൾക്കും ഇടയിലുള്ള ആ ഒരു അണുബാധകള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അഥവാ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Okay, this document outlines the broad principles and practices of infection control that are essential for the prevention and management of infection.
അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ അണുബാധകൾ തടയല്, അതിന്റെ നിയന്ത്രണം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രൊസീജിയറുകളും, എല്ലാവിധ വിശാലമായിട്ടുള്ള തത്വങ്ങളും, അതുപോലെ തന്നെ എന്താ പറയാ പ്രവർത്തനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. അല്ലെ, നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം വെറുതെ നടപ്പിലാക്കുകയല്ല, അല്ലെ, ആ ഒരു അണുബാധ നമുക്ക് തടയണം, അതിനെ നിയന്ത്രിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറുകളും, അതുപോലെ എല്ലാ പ്രിൻസിപ്പിൾസും, എല്ലാ പ്രാക്ടീസസുകളെയും നമ്മൾ എന്താണ് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ നമ്മൾ തന്നെ തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള് ഇവിടെ പറഞ്ഞത് എന്താണ്? അതായത് ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ, അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്തിനൊക്കെ കാരണമാകുന്നു? ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി. ഇറ്റ് ഇൻക്രീസസ് ദ എന്താണ് ഡ്യൂറേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ ആൻഡ് അസോസിയേറ്റഡ് കോസ്റ്റ് വിഹിതം. അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളും അതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. The following hospital infection control policies are needed to be framed and practiced and supervised by the Hospital Infection Control Team (HICT) and Hospital Infection Control Committee അഥവാ HICC. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയെ പറ്റി നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന് പുറമെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും അതുപോലെ ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയും അവര് മേൽനോട്ടം വഹിക്കുന്നതും, അതുപോലെ അവര് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതും അവര് പ്രാക്ടീസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ചില ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ നയങ്ങളാണ് ഇനി അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസ് എന്ന് പറഞ്ഞാല് ഈ പോളിസികൾ നടപ്പിലാക്കേണ്ടതും അതിനെ മേൽനോട്ടം വഹിക്കേണ്ടതും അത് പ്രാക്ടീസ് ചെയ്യുന്നതിനും ആർക്കൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്കുമാണ്. ഓക്കെ, അപ്പൊ അവര് പ്രായോഗികമാക്കേണ്ട അല്ലെങ്കിൽ അവര് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള ചില ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസുകൾ എന്തൊക്കെയാണ്? ഈ പോളിസികൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് പോളിസി. 6 പോയിന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗൈഡ് ലൈൻസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസ് കേട്ടോ. എന്താണ് ഗൈഡ് ലൈൻസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസ്? അതായത് ഈ പറയുന്ന അണുബാധകൾ തടയണം, നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ. ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പോളിസികളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഫസ്റ്റ് വൺ, ഗൈഡ് ലൈൻസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അല്ലെ, നമ്മൾ ഈ പറയുന്ന അണുബാധകൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഡിസ്ഇൻഫെക്ഷൻ പോളിസി. അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ പോളിസി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന സ്റ്റെറിലൈസേഷൻ, അല്ലെ, നമ്മൾ ഈ പറയുന്ന എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ ഈ പറയുന്ന രോഗികളുടെ സമ്പർക്കം പുലർത്തുന്ന പ്രതലങ്ങള്, സർഫസസുകള്, അതൊക്കെ ഡിസ്ഇൻഫെക്ഷനും അതൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതുമായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില നയങ്ങളുണ്ട്. അല്ലെ, അതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ പോളിസി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് വരുന്നത് എന്താണ്? ഐസൊലേഷൻ പോളിസിയാണ്. ഐസൊലേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ രോഗികള് അല്ലെ, രോഗബാധിതരായിട്ടുള്ള ആളുകളെ നമ്മൾ എന്താണ് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നും നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഫിസിക്കലി നമ്മൾ അവരെ മാറ്റി നിർത്തണം. അല്ലെ, ഐസൊലേഷൻ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അല്ലെ, നമ്മളൊരാളെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ മെന്റലി അല്ല നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്, ഫിസിക്കലി മാത്രമാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. അല്ലെ, അതുപോലെ നമ്മൾ ഒരാളെ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി, ഇതൊക്കെ നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പരമാവധി നമ്മൾ ഒരു കൺഫൈൻഡ് റൂമിൽ വേണം അവരെ ഐസൊലേറ്റ് ചെയ്യാൻ. അല്ലെ, എന്ന് വെച്ചാൽ കുറച്ച് വളരെ ഒരുപാട് ഒരു വിശാലമായ ഒരു ഹാളിലോ അല്ലെങ്കിൽ വിശാലമായ ഒരു റൂമിലോ അല്ല നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടത്? അത് തന്നെ കറക്റ്റ് ആണ്, ഒറ്റപ്പെട്ട ഏരിയ.
ആയിരിക്കണം അല്ലെ. ഈ ഒറ്റപ്പെട്ട ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു റൂമിലൊന്നും അല്ല നമ്മൾ ഐസോലേറ്റ് ചെയ്യുന്നത് അല്ലെ. വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള റൂമിലായിരിക്കണം നമ്മൾ അവരെ ഐസോലേറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം രോഗബാധിതനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ചുറ്റുപാടുകൾ ഒരുപാട് വിശാലമായ ഒരു ചുറ്റുപാടിൽ അദ്ദേഹത്തെ കൊണ്ട് ഐസോലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എന്താണ്, വായുവില് രോഗാണുബാധ ഉണ്ടാവും അല്ലെ. അതേസമയം നമ്മളൊരു കൺഫൈൻഡ് റൂമിലാണ് അവരെ പാർപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ഏരിയ മാത്രമേ അവിടെ അണുബാധ ഉണ്ടാവുള്ളൂ. പിന്നെ മാത്രമല്ല അവിടെ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ഡിപ്ലോമയിൽ പറഞ്ഞ കാര്യമാണ് അല്ലെ. പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഒരു കുറഞ്ഞ പ്രഷറിൽ വേണം നമ്മൾ ആ റൂമിൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്തിനാ കുറഞ്ഞ നെഗറ്റീവ് പ്രഷർ എന്നാണ് നമ്മൾ പറയുക അല്ലെ. എന്തിനാ നമ്മൾ അങ്ങനെ ഒരു പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യണേ? നമ്മൾ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ പുറത്തുള്ള പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറാണ് ആ റൂമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ റൂമിനകത്തുള്ള സൂക്ഷ്മാണുക്കൾ പുറത്തേക്ക് വ്യാപിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. കാരണം ഒരു പ്രഷർ വാരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ സൂക്ഷ്മാണുക്കൾക്ക് പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് അതിലൂടെ അണുവ്യാപനം തടയാൻ പറ്റും. ഇനി നമ്മൾ അങ്ങനെ ഒരു റൂമിൽ അവരെ ഐസോലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം വെൽ ഫിൽറ്റേർഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ലൊരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിൽ വേണം അവരെ പാർപ്പിക്കാനായിട്ട് അല്ലെ. അതായത് ഒരു ഡബിൾ ഫിൽറ്റേർഡ് ഒക്കെ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ റൂമിലായിരിക്കണം. എന്ന് വെച്ചാൽ അവിടെയുള്ള രോഗാണുക്കളെ നമുക്ക് എന്ത് ചെയ്യണം? ഫിൽറ്റർ ചെയ്ത് നമുക്ക് പുറത്തേക്ക് കളയണം, ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വെന്റിലേഷൻ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവണം. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ഐസോലേഷൻ പോളിസികളിൽ വരുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു രോഗിയെ ഐസോലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? പോളിസി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എൻ ഔട്ട്ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ. എന്താണ് പോളിസി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എൻ ഔട്ട്ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ? അതായത് ഒരു പെട്ടെന്നുണ്ടാകുന്ന അണുബാധകളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോളിസികൾ. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ കോവിഡ് ഫേസ് ചെയ്ത ആൾക്കാരാണ് അല്ലെ. ഈ കോവിഡ് എന്ന് പറയുന്ന തുടക്കം 1 or 2 റിപ്പോർട്ട് ചെയ്തപ്പോ പെട്ടെന്നാണ് അതിന്റെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അത് നമ്മുടെ ഗ്ലോബൽ അല്ലെ, നമ്മുടെ വേൾഡ് മുഴുവൻ അത് ഭയങ്കരമായിട്ട് വ്യാപിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന അണുബാധകളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? സർവെയിലൻസ് പോളിസി അല്ലെ. സർവെയിലൻസ് പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? നിരീക്ഷണ നയങ്ങളാണ് അല്ലെ. നിരീക്ഷിക്കും നമ്മൾ ഈ ഒരു സ്പ്രെഡിങ് എങ്ങനെയാണ്, അതിന്റെ ട്രാക്ക്, അതിന്റെ ട്രെൻഡ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം അല്ലെ. സർവെയിലൻസ് മീൻസ് നിരീക്ഷണമാണ്. ഇപ്പൊ നമ്മള് കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴൊക്കെ നമ്മളൊരു റൂട്ട് മാപ്പുകളൊക്കെ തയ്യാറാക്കി അല്ലെ. നമ്മൾ ശരിക്കും എന്താ അവിടെ ചെയ്യുന്നത്? സർവെയിലൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഈ പറയുന്ന രോഗി സമ്പർക്കം പുലർത്തിയിട്ടുള്ള മറ്റാളുകളുടെ ഒക്കെ റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കി നമ്മൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? സർവെയിലൻസ് പോളിസിയുടെ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോളിസികളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ആന്റി മൈക്രോബിയൽ പോളിസീസ് ആണ്. ആന്റി മൈക്രോബിയൽ പോളിസി എന്ന് പറയുന്നത് നമുക്കറിയാം, ആന്റിബയോട്ടിക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആന്റിസെപ്റ്റിക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതപ്പോ അതിന്റെയൊക്കെ ഉപയോഗം, അത് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങളാണ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആന്റി മൈക്രോബിയൽ പോളിസീസ് കേട്ടോ. അതായത് നമുക്കറിയാം, ആന്റിബയോട്ടിക്കുകളൊന്നും ഓടിപ്പോയി അങ്ങനെ ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല, പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പാടില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങളോടുകൂടി മാത്രമാണ് ആന്റിബയോട്ടിക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷെ അതിന്റെ ഒരുപാടുള്ള ഉപയോഗം നല്ലതല്ല. അത് അതിന്റെ ഉപയോഗം ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അപ്പൊ അതിനും അതിൻ്റെതായ എന്താണ് പോളിസികളുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. കാര്യം നിങ്ങൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ അണുബാധകൾ നിയന്ത്രിക്കുന്നതിന് നമുക്കൊരു പരിധിയുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആന്റി മൈക്രോബിയൽ ഡ്രഗ്സും നമ്മൾക്ക് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. മരുന്നുകളും കൂടെ നമ്മൾ എടുത്താൽ മാത്രമാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസിസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോളിസികളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത്? 6 പോയിന്റുകളാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗൈഡ് ലൈൻസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അണുബാധകൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങള്. ഡിസ്ഇൻഫെക്ഷൻ പോളിസി, ഐസൊലേഷൻ പോളിസി, പോളിസി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എൻ ഔട്ട്ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ, സർവെയിലൻസ് പോളിസി, ദെൻ ആന്റി മൈക്രോബിയൽ പോളിസി. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ ആണോ? ഇനി നോക്കാം കേട്ടോ.
The overall aim of this document is to provide evidence-based information in the prevention and control of infection. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസി അല്ലെ, ഇത്തരം പോളിസികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിന്റെ ഒരു മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഒരു ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഡോക്യുമെന്റോട് നമ്മൾ ലക്ഷ്യമിടുന്ന ഒരു കാര്യം എന്താണ്? ടു പ്രൊവൈഡ് ദ എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻ ഇൻ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. നമ്മൾ ഈ പറയുന്ന അണുബാധകൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് തെളിവുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ഈ പോളിസികൾ പറയാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, പോളിസീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പോളിസികൾ നടപ്പിലാക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം അല്ലെ. നമുക്കറിയാം ഇങ്ങനെയുള്ള പോളിസികൾ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫെക്ഷനെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അത് കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിന്റെ അണുവ്യാപനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എവിഡൻസ് അടക്കം നമുക്ക് ലഭിക്കണം, തെളിവടക്കം അല്ലെ. അതാണ് അവിടെ പറയുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതായത് വെറുതെ ഓരോ പോളിസി എടുത്തെന്ന് മാത്രമല്ല, ആ പോളിസികൾ നമ്മൾ പ്രാക്ടിക്കലാക്കണം, പ്രായോഗികമാക്കണം, എന്നിട്ട് അതിൽ നിന്നുള്ള റിസൾട്ട് അടക്കം നമ്മൾ കാണിച്ചു കൊടുക്കുക. റിസൾട്ട് എന്തായാലും ഒരു നല്ല റിസൾട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു റിസൾട്ട്, ആ ഒരു എവിഡൻസ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡോക്യുമെന്റ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് റിലവന്റ് ടു ഓൾ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ ക്ലിനിക്കൽ പ്രൊഫഷണൽസ് ആൻഡ് മാനേജേഴ്സ് വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ, ആൻഡ് ദിസ് ഡോക്യുമെന്റ് വിൽ ബി അപ്ഡേറ്റഡ് ആസ് ആൻഡ് വെൻ മാൻഡേറ്റഡ്. ഓക്കെ, അത് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന നയങ്ങള് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റുകള് ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, മറ്റ് ക്ലിനിക്കൽ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, മാനേജേഴ്സ് ആയിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാണ്. ഈ പറയുന്ന പോളിസികള് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമായിട്ടുള്ളതല്ല. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, മറ്റ് സ്റ്റാഫുകൾ ആയിക്കോട്ടെ, മാനേജർമാരായിക്കോട്ടെ, എല്ലാവർക്കും ഈ പറയുന്ന നയങ്ങളെല്ലാം തന്നെ ബാധകമാണ്. പിന്നെ മാത്രമല്ല ഈ പറയുന്ന ഡോക്യുമെന്റുകള് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതായത് നമുക്കറിയാം ഈ ഡോക്യുമെന്റിൽ നമ്മൾ ഒരുപാട് പോളിസികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോളിസികൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. എന്നും എല്ലാ കാലത്തും ഒരേ പോളിസി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പുതിയ പോളിസികൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, പഴയ ചില പോളിസികൾ നമുക്ക് എടുത്തു മാറ്റേണ്ടതായിട്ട് വരും, ഉള്ള പോളിസികളിൽ തന്നെ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളത് നിർബന്ധമായിട്ടും ആ ഒരു ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇനി നോക്കാം. The prevention of HCAI in patients is a concern of each person in the facility and is the responsibility for establishing and maintaining infection prevention and control and its monitoring, surveillance, reporting, research and education. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളെ സംബന്ധിച്ചും അവർ ഏറ്റവും കൺസേൺഡ് ആയിട്ടുള്ള, അവർ ഏറ്റവും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അഥവാ നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പോ അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകളും ഈ പറയുന്ന അണുബാധകൾ തടയണം, അതിന്റെ നിയന്ത്രണം, അതിന്റെ മോണിറ്ററിങ്, അതിന്റെ സർവൈലൻസ്, റിപ്പോർട്ടിങ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങള്, എഡ്യൂക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ആളുകൾക്ക് കൊടുക്കുക, ഇതിനെല്ലാത്തിലും ഓരോരോ സ്റ്റാഫുകളും അവിടെ റെസ്പോൺസിബിൾ ആണ്. മനസ്സിലായല്ലോ? ഇതിന് ഒരു പർട്ടിക്കുലർ ആളുകൾ മാത്രമല്ല, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകൾക്കും ഈ ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ട് അവർ വളരെ കൺസേൺഡ് ആണ്. അതിനെപ്പറ്റി അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അണുബാധകൾ നിയന്ത്രിക്കുക, അതിനെ തടയുക, അതുപോലെ തന്നെ അതിന്റെ മോണിറ്ററിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, അതിന്റെ റിപ്പോർട്ടിങ്, അതുപോലെ അതിനെ പറ്റിയുള്ള ഗവേഷണം, പിന്നെ അതിന്റെ എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുക. ഇത് അവിടെ ഓരോ സ്റ്റാഫിന്റെയും എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് വലിയ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ എങ്ങനെ ആശുപത്രി ക്രമീകരണങ്ങളിൽ എങ്ങനെ നമുക്ക് ഈ അണുബാധയെ നിയന്ത്രിക്കാം. അപ്പൊ അതിന് പറ്റുന്ന ഒരു നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? അതിൽ നമ്മൾ നിരവധിയായിട്ടുള്ള കുറെ പോളിസികൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്
അല്ലെ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികൾ നമ്മൾ പരിചയപ്പെട്ടു. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ആ പോളിസികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്കും അതുപോലെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ടീമിനുമാണുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്ന് വായിച്ചു നോക്കി എത്രയും കാര്യങ്ങൾ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോകാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അതിനകത്ത് HICT-യുടെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. HICC എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഓക്കെ, HICT എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ABHR ഫുൾ ഫോം, TBP ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഷോർട്ട് ഫോം ആയിട്ടായിരിക്കും തരുന്നുണ്ടാവുക കേട്ടോ. അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. എളുപ്പമാണ് കാര്യം, നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, നിങ്ങൾ അവിടെ 8 പ്രിവെന്റീവ് മെഷേഴ്സ് പഠിച്ചിരുന്നു നോസോകോമിയ. അല്ലെ, 8ാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഒരു ബോക്സ് ഒക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ. ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. The committee is an integral feature of the patient safety program of the healthcare facility and is liable for founding and managing infection prevention and control, its monitoring, surveillance, reporting, research and education. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഈ പറയുന്ന രോഗി സുരക്ഷാ പ്രോഗ്രാം അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി പ്രോഗ്രാമിന്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള അല്ലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. എന്താണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല്, ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്താണ്? അതെ, അണുബാധകളുടെ നിയന്ത്രണം, അതിന്റെ തടയല്, പിന്നെന്താണ് അതിന്റെ മോണിറ്ററിങ് അല്ലെ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക. അത് തന്നെയാണ് സർവൈലൻസ്, അത് നിരീക്ഷിക്കുക, അതിന്റെ സ്പ്രെഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നിരീക്ഷിക്കുക. ദെൻ റിപ്പോർട്ടിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ്, പിന്നെ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ഗവേഷണം, വിദ്യാഭ്യാസം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, this committee should include wide representation from all relevant disciplines or departments in the facility. ഓക്കെ, എന്താണ് നമുക്കറിയാലോ, ഈ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റലിലെ മുഴുവൻ അംഗങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിസിപ്ലിൻസും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുമുള്ള പ്രൊഫഷണൽസ് ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും, ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും അല്ലെ. അതിലെല്ലാ വിഭാഗം, അതായത് മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ, ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ആളുകൾ ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ, അതുകൂടാതെ the committee has one elected chairperson who is the hospital administrator or a person who has direct access to the head of the hospital. അല്ലെ, നമുക്കറിയാം ഈ ഒരു കമ്മിറ്റിക്ക് എന്തുണ്ടാവും? ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അത് മിക്കവാറും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഹെഡ് അല്ലെ, ഹോസ്പിറ്റൽ മേധാവിയുമായിട്ട് ഏറ്റവും അടുത്ത് സമ്പർക്കം പുലർത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ ആണ് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ പഠിക്കാം കേട്ടോ. സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവിടെ നിങ്ങളൊരു ടേബിളിൽ പഠിച്ചില്ലേ, അത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ നോക്കുക, ഫസ്റ്റ് ചെയർപേഴ്സൺ. നമ്മൾ ഏതൊരു കമ്മിറ്റി എടുത്താൽ ഒരു കമ്മിറ്റിക്ക് എന്തായാലും ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും, അല്ലെ? ഓക്കെ, ആരാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രാക്ടിക്കലി പ്രിഫറബിളി, അല്ലെ? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആയിരിക്കും. ഹെഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും ആരായിരിക്കും? സിഇഒ പോലുള്ള ആളുകളായിരിക്കും, അല്ലെ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്, അല്ലെ? ഏറ്റവും ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് നമ്മൾ സിഇഒ എന്ന് പറയുന്നത്, അല്ലെ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, നിങ്ങളോട് ചോദിക്കാം, ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഹു ഈസ് ദ സെക്രട്ടറി ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് ചോദിക്കുമ്പോൾ മാറിപ്പോകരുത്. ഓക്കെ, ദെൻ മെമ്പർ സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്, അല്ലെ? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് ഇതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെ? അപ്പൊ എന്തുകൊണ്ട് മൈക്രോബയോളജിസ്റ്റിനെ നിയമിക്കാൻ കാരണം? നമുക്കറിയാം, നമ്മൾ ഇത്തരത്തിലുള്ള അണുവ്യാപനമാണ്, അല്ലെ? അണുക്കള്, അല്ലെ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് ഇങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളിലൊക്കെ പഠനം നടത്തുന്ന വ്യക്തികളാണ് ആര്? മൈക്രോബയോളജിസ്റ്റ്, അല്ലെ? മൈക്രോ ഓർഗാനിസംസിലൊക്കെ പഠനം നടത്തുന്ന ആൾക്കാരാണ്. സോ മെമ്പർ സെക്രട്ടറി ആരായിരിക്കും? സീനിയർ മൈക്രോ ബയോളജിസ്റ്റ് ആയിരിക്കും. ഓക്കെ, മെമ്പേഴ്സ് ആരൊക്കെയായിരിക്കും ഇതിന്റെ മെമ്പേഴ്സ്? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിസിപ്ലിൻസിൽ നിന്നുമുള്ള ആളുകളും ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. സോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? നോക്കിയേ, റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ്. എന്താണ് പ്രിഫറബിളി? പ്രിഫറബിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യുന്നത്, അതായത് ആര് വേണമെങ്കിലും ആവാം, പ്രിഫറൻസ് അനുസരിച്ച്. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം, അല്ലെങ്കിൽ എന്ത് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹെഡുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാവാം. അത് പ്രിഫറൻസ് അനുസരിച്ച്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പ്രിഫറബിളി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പൊസിഷൻ അവിടെ പറയുന്നില്ല. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ആര് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനോട് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും അഡ്മിനിസ്ട്രേറ്റർമാരാവാം. അതുകൊണ്ടാണ് അവിടെ പ്രിഫറബിളി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ മെമ്പേഴ്സ് എന്തൊക്കെയാണ്? മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെയൊക്കെ പ്രതിനിധികൾ, അല്ലെ? റെപ്രസെന്റേറ്റീവ്സുകളൊക്കെ ഇതിൽ അംഗങ്ങളായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. ഡീൻ ഓർ ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ, നഴ്സിംഗ് സർവീസസ്, മെഡിക്കൽ സർവീസസ്, ഓപ്പറേഷൻസ്, ഇവരൊക്കെ, അതായത് മറ്റുള്ള മെഡിക്കൽ ഓപ്പറേഷൻസ് എല്ലാ വിഭാഗം ഉണ്ടാവും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ ഉള്ള എല്ലാ റെപ്രസെന്റേറ്റീവ്സും ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു, അവരുടെയൊക്കെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഇതിൽ അംഗങ്ങളായിരിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ കാർഡിയോളജി, പൾമണോളജി അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഹെഡുകള് അവരാണ് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അല്ലെ? അവരൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ, അടുത്തത് സപ്പോർട്ട് സർവീസ്. നിങ്ങൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചതല്ലേ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചതല്ലേ? അപ്പൊ നമുക്കറിയാം, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെ? ഈ പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റുകളുടെയും റെപ്രസെന്റേറ്റീവ്സ് ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം, മാനേജ്മെന്റ്, ഇപ്പൊ സപ്പോർട്ടീവ് സർവീസ്, അല്ലെ? സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഇതിലെ മെമ്പേഴ്സ് ആയിരിക്കും. OT അല്ലെങ്കിൽ CSST, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ ഓഫ് മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? നിങ്ങളൊരു 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ മാനേജ്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? അതുപോലെ തന്നെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഫാർമസി, അല്ലെ? അതുപോലെ തന്നെ സ്റ്റോഴ്സ് മാനേജ്മെന്റ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് ഇതിൽ അംഗങ്ങളായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. സെയിം ടേബിൾ തന്നെയാണ് നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുക, ചെയർപേഴ്സൺ ആരാണ്? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, മെമ്പർ സെക്രട്ടറി, സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് കേട്ടോ. പിന്നെ നമുക്കറിയാം, ഈ പറയുന്ന റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും,
സപ്പോർട്ടീവ് സർവീസസ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. പ്ലസ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും അതിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? വായിച്ചു നോക്കി. അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം കേട്ടോ. ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഹു ഈസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം കേട്ടോ. ഓക്കെ, ചെയർപേഴ്സണും സെക്രട്ടറി ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് എടുത്ത് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ താഴെ പറയുന്നവർ ഉൾപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ആരാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇതിലില്ലാത്ത ആരെങ്കിലും എടുത്തു തരും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനെ പറ്റിയാണ്. കമ്മിറ്റി നമുക്കറിയാം, കമ്മിറ്റി കണ്ടു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് കേട്ടോ. ഓക്കെ, ഈ ടീമിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം. നോക്കാം. The infection control team should comprise at minimum an infection control officer, a microbiologist, practically if ICO is not a microbiologist, and an infection control nurse. അപ്പൊ 3 പേരെയാണ് നമ്മൾ പറയുന്നത്. ഏതിനകത്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനകത്താണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനകത്ത് ആരൊക്കെയാണ് അംഗങ്ങളായിട്ട് വരുന്നത്? ഒന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ, അവരെയാണ് നമ്മൾ ICO എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനകത്തും വരുന്നുണ്ട്, കമ്മിറ്റിക്കകത്തും വരുന്നുണ്ട് അല്ലെ, ടീമിലും വരുന്നുണ്ട് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഓക്കെ, രണ്ടാമത് പറയുന്നത് മൈക്രോബയോളജിസ്റ്റ് ആണ്. മൈക്രോബയോളജിസ്റ്റ് ഉണ്ടായിരിക്കും ഇതിനകത്ത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇഫ് ICO is not a microbiologist. അതെന്തുകൊണ്ട് അങ്ങനെ എടുത്ത് പറയാൻ കാരണം, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഇതിനകത്തൊരു അംഗമാണ്. അദ്ദേഹം ഓൾറെഡി ഒരു മൈക്രോബയോളജിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അദ്ദേഹം മൈക്രോബയോളജി പഠിച്ചിട്ടുള്ള മൈക്രോബയോളജിസ്റ്റ് ആണെങ്കിൽ നമ്മൾ പിന്നീട് ഒരു മൈക്രോബയോളജിസ്റ്റിനെ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാത്ത പക്ഷം, അതായത് ഇപ്പൊ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മൈക്രോബയോളജിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എ സെപ്പറേറ്റ് മൈക്രോബയോളജിസ്റ്റ് ദാറ്റ് ഷുഡ് ബി ദ പാർട്ട് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ് എക്സ്പെർട്ടൈസ് ഇൻ മൈക്രോബയോളജി. ഓക്കെ, അതായത് ഈ പറയുന്ന കാര്യമാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മൈക്രോബയോളജിസ്റ്റ് ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ പിന്നീട് വേറൊരു മൈക്രോബയോളജിസ്റ്റിനെ അതിന് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഒരു മൈക്രോബയോളജിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു മൈക്രോബയോളജിസ്റ്റിനെ ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു ദിസ് ടീം. നമ്മൾ ഈ ടീമിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ വരുന്നത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ആണ്. ഇവര് 3 പേരുമാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ഇപ്പൊ ICO എന്ന് പറയുന്നത് മൈക്രോബയോളജിസ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് മൈക്രോബയോളജിസ്റ്റിനെ വേറെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം. അപ്പൊ 2 പേരെ ഉണ്ടാവും. അല്ലാത്ത പക്ഷം 3 പേരാണ്. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, പിന്നെ ആരാണ് പറഞ്ഞത്? മൈക്രോബയോളജിസ്റ്റ്. ഇത്രയും പേരാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനകത്ത് ഉൾപ്പെടുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ICT takes daily measures for the prevention and control of infection in hospital. മനസ്സിലായോ? അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ദൈനംദിന ഈ പറയുന്ന അണുബാധകള്, ഈ പറയുന്ന എന്താണ് അണുവ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരാണ് എടുക്കുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് എടുക്കുന്നത്. കമ്മിറ്റി എന്ന് പറയുന്നത് കുറെ കൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള രീതിയിലാണ്. അവരെന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ പോളിസികളും പ്രൊസീജിയറുകളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നതും അതിന് ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരാണ്. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ന് പറയുമ്പോൾ അവരാണ് ഒരു ഹോസ്പിറ്റലിലെ ദൈനംദിന അണുനിയന്ത്രണ പരിപാടികളെല്ലാം തന്നെ നടപ്പിലാക്കുന്നതും അതിന് വേണ്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് അവരാണ്. അത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് കേട്ടോ. അത് നോട്ട് ചെയ്യണം. ICT, Infection Control Team, takes daily measures for the prevention and control of infection in hospitals. Underline ചെയ്ത് വെക്കാം.
ഇനി നോക്കിയേ, ഡ്യൂട്ടീസ് ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർക്കുള്ളത് നോക്കിയേ. ഡെവലപ്പ് എ മാനുവൽ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ആസെപ്റ്റിക്, ഐസൊലേഷൻ ആൻഡ് ആന്റിസെപ്റ്റിക് മെത്തേഡ്. നമ്മൾ ഈ പറയുന്ന ആസെപ്റ്റിക്, ഐസൊലേഷൻ, ആന്റിസെപ്റ്റിക് മെത്തേഡുകള്, ഈ പറയുന്ന മെത്തേഡുകൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഉൾപ്പെടുന്ന മാനുവലുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്, അവരുടെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. നമ്മൾ ആസെപ്റ്റിക് പ്രൊസീജിയർ ഒക്കെ നമുക്കറിയാം. ആസെപ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തതിന്റെ ഉപയോഗം, അതിന്റെ ഹാൻഡിലിംഗ് ഒക്കെയാണ് ആസെപ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഐസൊലേഷൻ, അതുപോലെ ആന്റിസെപ്റ്റിക്, നമുക്കറിയാം ഡിസ്ഇൻഫെക്ഷൻ, ആന്റിസെപ്റ്റിക്കുകൾ, ആന്റി മൈക്രോബിയൽ ഡ്രഗ്സുകളൊക്കെ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം മെത്തേഡുകൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഉൾപ്പെടുന്ന മാനുവലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിലെ ദൈനംദിന അണുനിയന്ത്രണ പരിപാടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അത്തരം പരിപാടികളെല്ലാം തന്നെ കണ്ടക്ട് ചെയ്തത് ആരാണ്? അത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഓർത്ത് വെക്കുക. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആരൊക്കെയാണ്? അതിന്റെ സ്ട്രക്ചർ അറിയാം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനകത്ത് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും, ഒരു മൈക്രോബയോളജിസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെപ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. ഇനി എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് എടുക്കാവുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ നോക്കാം. എവരി ഇയർ ലൈഫ്സ് ആർ ലോസ്റ്റ് because of the spread of infections in hospitals. Healthcare workers can take steps to prevent the spread of infectious diseases. These steps are part of infection control. അതായത് എല്ലാ വർഷവും, അതായത് every year the leaves are lost because of the spread of infections in hospital. അല്ലെ, നമുക്കറിയാം ഈ പറയുന്ന ഹോസ്പിറ്റലിലെ അണുബാധകൾ കാരണം കൊണ്ട് ധാരാളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഓരോ വർഷമുണ്ട്. പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കുറവാണെന്ന് മാത്രം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ മൂലം 30% ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷെ പുറം രാജ്യങ്ങളിൽ അത് വളരെയധികം കുറവാണ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ക്യാൻ ടേക്ക് സ്റ്റെപ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അല്ലെ, നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് ഓരോ ഹെൽത്ത് കെയർ വർക്കേഴ്സുകളും അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സുകൾ എല്ലാം തന്നെ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, these steps are a part of infection control. ഇതൊക്കെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നോക്കാം. പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ഇസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ to prevent the spread of infections in hospital. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. നിങ്ങളൊക്കെ 8 പ്രിവെന്റീവ് മെഷേഴ്സ് കഴിഞ്ഞ ഡിപ്ലോമയിൽ പഠിച്ചപ്പോ അതിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഏറ്റവും സിംഗിൾ മോസ്റ്റ് പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഹാൻഡ് വാഷിങ്ങിനെയാണ്. കാര്യം എന്താ, നമുക്കൊരു 10 വയസ്സ് ചെലവേ ഇല്ല, അതായത് ചെലവോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമുക്ക് ഹാൻഡ് വാഷിങ്ങിലൂടെ തന്നെ നല്ലൊരു ശതമാനം നമുക്ക് അണുവ്യാപനം എന്ത് ചെയ്യാൻ പറ്റും? തടയാനായിട്ട് പറ്റും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കോവിഡ് വന്ന സമയത്തായാലും നമ്മൾ ഹാൻഡ് വാഷിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡ് വാഷിംഗ് അല്ലെ. അതുപോലെ നിങ്ങൾ നമ്മുടെ റുട്ടീനില് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈകൾ വാഷ് ചെയ്യുന്ന ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നതിന്റെ ആ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കുറയും അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിക്കും നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു അല്ലെ, പ്രോപ്പർ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യായിരുന്നു. ഇപ്പൊ പക്ഷെ ആളുകൾ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൈ വാഷ് ചെയ്യുക, സാനിറ്റൈസറുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു നീറ്റ്നെസ് പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ വരുന്നതിന് ആ ഒരു ഫ്രീക്വൻസി നമുക്ക് നല്ലപോലെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല നമുക്കൊരു ചെലവില്ലാത്തൊരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്യാനോ സാനിറ്റൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് എന്താണ്, പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻ ഹോസ്പിറ്റൽസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരം അണുവ്യാപനം തടയുന്നതിനായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഇഫ് യു ആർ എ പേഷ്യന്റ്
Don't be afraid to alert friends, family and health care providers to wash their hands before getting close to you. അതുപോലെ നിങ്ങൾ ഒരു പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ഒക്കെ കാണാൻ വരുമ്പോഴാണെങ്കിലും അവരോട് ഹാൻഡ് ഹൈജീൻ പാലിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ നമുക്ക് പറയണം. ഇനിയിപ്പോ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്, അതർ സ്റ്റെപ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ക്യാൻ ടേക്ക് ഇൻക്ലൂഡ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്ന സ്റ്റെപ്സുകളാണ് കേട്ടോ. സ്റ്റെപ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്? 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, യൂസിങ് ഗ്ലൗസ്, മാസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അല്ലെ. യൂസിങ് ഗ്ലൗസ്, മാസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. നമ്മൾ ഗ്ലൗസുകൾ ധരിക്കുക, മാസ്കുകൾ ധരിക്കുക, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ്, ഇങ്ങനെ പഠിച്ച ഗൗണുകള്, ആപ്രൺസുകള് അതൊക്കെ നമ്മൾ ധരിക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? കവറിങ് കഫ് ആൻഡ് സ്നീസസ് അല്ലെ. നമ്മൾ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തുമ്മുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് പിടിച്ച് നമ്മൾ ചെയ്യുക അല്ലെ. അതൊക്കെ അതിന്റെ ഭാഗമാണ്. കാര്യം നമുക്കറിയാം, നമ്മൾ പോലും അറിയാതെ പല ഇൻഫെക്റ്റീവ്സ് ഏജൻസ് ഉള്ള ഡ്രോപ്ലെറ്റ്സുകൾ നമ്മളിൽ നിന്നും പുറത്തോട്ട് വരുന്നുണ്ട് അല്ലെ. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കവറിങ് കഫ് ആൻഡ് സ്നീസസ് അല്ലെ. നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും കവർ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ്? മേക്കിംഗ് ടിഷ്യൂസ് ആൻഡ് ഹാൻഡ് ക്ലീനേഴ്സ് അവൈലബിൾ. അതുപോലെ ടിഷ്യൂസുകള്, ഹാൻഡ് ക്ലീനേഴ്സുകളൊക്കെ ലഭ്യമാക്കുക അല്ലെ. അതാണ് മേക്കിംഗ് ടിഷ്യൂസ് ആൻഡ് ഹാൻഡ് ക്ലീനേഴ്സ് അവൈലബിൾ. നമ്മൾ ഈ പറയുന്ന ടിഷ്യൂസ്, ഹാൻഡ് ക്ലീനേഴ്സുകളൊക്കെ ലഭ്യമാക്കുക. അതുപോലെ തന്നെ സ്റ്റേയിങ് അപ് ടു ഡേറ്റ് വിത്ത് വാക്സിനേഷൻസ്. എന്താണ് സ്റ്റേയിങ് അപ് ടു ഡേറ്റ് വിത്ത് വാക്സിനേഷൻസ്? നമ്മൾ ഈ പറയുന്ന വാക്സിനേഷൻസുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആളുകളെ അറിയിക്കാം. അതിപ്പോ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിലും ഈവൻ പേഷ്യൻസ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വാക്സിനേഷൻസും കാര്യങ്ങളും എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലേ. നമ്മൾക്ക് ഇപ്പൊ വാക്സിനേഷൻ എടുക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കണം. അപ്പൊ നമ്മൾ കോവിഡ് വന്നപ്പോ നമ്മൾ വാക്സിൻ എടുത്തു അല്ലെ. അതുപോലെ ഇപ്പൊ കൊച്ചുകുട്ടികളിൽ പിന്നെ നമ്മൾ എന്തായാലും വാക്സിനേഷൻസ് എടുക്കും. അതുകൂടാണ്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സും പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻസും കാര്യങ്ങൾ, പ്രൊഫൈലാക്സിസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്, പ്രൊഫൈലാക്സിസ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടൊക്കെ വാക്സിനേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള വാക്സിനേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്യുക. അതോടൊപ്പം എന്താണ്? ഫോളോയിങ് ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് വെൻ ഡീലിംഗ് വിത്ത് ബ്ലഡ് ഓർ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് അല്ലെ. നമ്മൾ ഈ പറയുന്ന ബ്ലഡ് മറ്റ് കണ്ടാമിനേറ്റഡ് ഐറ്റംസുകളായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. നമുക്കറിയാലോ, നമുക്ക് ലാബുകളിലാണ് കൂടുതൽ ആവശ്യം വരിക. അതുപോലെ സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ വരുമ്പോൾ ആവശ്യം വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ബ്ലഡ് മറ്റ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ഇത്രയുമാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്ന സ്റ്റെപ്സുകൾ. എന്തൊക്കെയാണ്? യൂസിങ് ഗ്ലൗസ്, മാസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? കവറിങ് കഫ് ആൻഡ് സ്നീസസ്. മൂന്നാമത്തെ എന്താണ്? മേക്കിംഗ് ടിഷ്യൂസ് ആൻഡ് ഹാൻഡ് ക്ലീനേഴ്സ് അവൈലബിൾ. നാലാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റേയിങ് അപ് ടു ഡേറ്റ് വിത്ത് വാക്സിനേഷൻസ്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഫോളോയിങ് ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് വെൻ ഡീലിംഗ് വിത്ത് ബ്ലഡ് ഓർ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായല്ലോ? എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നത്തെ പഠിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് അതിനെ അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ എന്താണ് അതൊക്കെ അറിയാലോ. അതുപോലെ തന്നെ നമ്മൾ തുടക്കം പഠിച്ചത് ഇതാണ്, എങ്ങനെയൊക്കെയാണ് ഇൻഫെക്റ്റീവ് ഏജൻസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ രീതികളിലാണ് നമ്മൾ പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ്? ത്രൂ സ്കിൻ കോണ്ടാക്റ്റിലൂടെ, അതുപോലെ ഇൻഹേലേഷൻ ഓഫ് എയർബോൺ മൈക്രോബ്സ്, കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ, അതുപോലെ തന്നെ വെക്ടേഴ്സിലൂടെ
രോഗവാഹകർ അല്ലെ, ഈ മോസ്കിറ്റോ, ഈ പറയുന്ന ഈ ചെള്ള്, ഇങ്ങനെയൊക്കെയുള്ള വെക്ടേഴ്സിലൂടെ നമുക്ക് അണുബാധ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഇതുപോലെ തന്നെ രോഗാണുക്കൾ പ്രവേശിക്കാം. ഇതൊക്കെ ഓർത്തുവെക്കാം. അതുപോലെ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു ഡെഫിനേഷൻ ആണ്. ഇറ്റ് പ്രിവെന്റ്സ് ഓർ സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ. നമ്മുടെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളില് ഈ പറയുന്ന അണുക്കളെ അല്ലെങ്കിൽ അണുബാധ തടയുന്നതിനെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു. അതിൽ ഉൾപ്പെടുത്തേണ്ട പോളിസികളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ മേജർ ആയിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? 4 മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഐസൊലേഷൻ പ്രിക്കോഷൻ, ബാരിയർ മെത്തേഡ്, സർജിക്കൽ ആൻസെപ്സിസ്, മെഡിക്കൽ ആൻസെപ്സിസ് എന്നിവ. ഓക്കെ. പിന്നെ നമ്മള് ബാരിയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്, ഐസൊലേഷൻ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുകൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ഹാൻഡ് ഹൈജീൻ ആണ് പഠിച്ചത്. ഹാൻഡ് ഹൈജീൻ, അതുപോലെ PPE അല്ലെ, അതിൽ ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ഗൗൺസ് ആൻഡ് ഉപയോഗിക്കുന്ന കാര്യങ്ങള്, മാസ്ക്, ഐ പ്രൊട്ടക്ഷൻ, ഫേസ് ഷീൽഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. പിന്നെ എന്താണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്. അപ്പോ നമ്മൾ പലതരത്തിലുള്ള ട്രാൻസ്മിഷനും അതിലൂടെ പകരുന്ന അസുഖങ്ങളും നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിച്ചത് ഒരു ആശുപത്രി ക്രമീകരണത്തിൽ എങ്ങനെ നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ അഥവാ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ മൂലം എന്തൊക്കെ സംഭവിക്കുന്നു? മോർബിഡിറ്റി കൂടുന്നു, മോർട്ടാലിറ്റി കൂടുന്നു, ഹോസ്പിറ്റൽ സ്റ്റേ വർദ്ധിക്കുന്നു, ഹോസ്പിറ്റൽ സ്റ്റേയുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു എന്താ പറയുക, ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? 6 പോയിന്റുകള്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്താണ്, അതിന്റെ സ്ട്രക്ചർ, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചത് സ്റ്റെപ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ, 5 സ്റ്റെപ്പുകളാണ് ആയിട്ട് പഠിച്ചത്. ഓക്കെ, ഇതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന ചാപ്റ്ററിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ മക്കളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്ന ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.